എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തനം 127:3 പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ തലമുറകൾ എന്ന് പറയുന്നത് ദൈവം തരുന്നൊരു അനുഗ്രഹമാണ്, ഒരു അവകാശമാണെന്ന് നമ്മൾക്കറിയാം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേരല്ലേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്, പാസ്റ്റർമാരുണ്ട്, അല്ലേ, ഒത്തിരി പേരുണ്ടെന്നുള്ളതും നമ്മൾക്കറിയാം. എന്നാൽ നമ്മൾക്കറിയാം, ഈ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ആദ്യം ആദത്തിനെ സൃഷ്ടിച്ചു, അല്ലേ. വരുവിൻ നമ്മൾക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആദത്തിനെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ആദം ഒറ്റയ്ക്കായിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ഒരു തുണയായിട്ട് ഹവ്വയെ ഉണ്ടാക്കി കൊടുത്തു. അവിടം കൊണ്ടും നിന്നില്ല, പിന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, അല്ലേ. അതൊക്കെ നമ്മൾക്കറിയാം. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ തുടക്കം തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? കുടുംബമാണ്, അല്ലേ. കുടുംബത്തിന് ദൈവം അത്രയും പ്രാധാന്യം കൊടുക്കുന്നുവെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇനി അത് തന്നെ അബ്രാഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ്, അല്ലേ. അബ്രാഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ അബ്രാഹാമിനും കുട്ടികളുണ്ടായിരുന്നില്ല. അവർ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരാണ്, അവർക്കും പിള്ളേരുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് പറഞ്ഞു വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ കൊടുത്തു എന്ന് നമ്മൾക്കറിയാം, അല്ലേ. അപ്പോൾ ഈ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴും യേശു ക്രിസ്തു കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലേ. ഭാര്യയെ ഉപേക്ഷിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യനേകനായിരിക്കും, മനുഷ്യൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ദൈവം പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും ദൈവം ഈ കുടുംബജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ കുടുംബജീവിതത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ദൈവം തലമുറകളെ തരാതിരിക്കത്തില്ല. കാരണം 127 സങ്കീർത്തനം 3 അതിനകത്ത് 127 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിനകത്തും പറയുന്നത് എന്താണ്? മക്കളെ യഹോവ നൽകുന്ന അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം തരുന്ന ഈ അവകാശത്തെ ദൈവം അടച്ചു വെക്കുമോ? വെക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടികളില്ലാതെ ഇരിക്കുന്നതെന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ബൈബിൾ അടിസ്ഥാനമാക്കിയാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ചിന്തിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? മക്കളെ യഹോവ നൽകുന്ന അവകാശം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവകാശം, പിന്നെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയൊരു നന്മയാണ് ഈ മക്കൾ എന്ന് പറയുന്നത്, തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടയപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് പലർക്കും ചിലർ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ചിലർ അങ്ങ് പൊരുത്തപ്പെട്ടു പോവുകയാണ്. ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നുണ്ട്. ഇനി ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ ചിന്താഗതിയിലോട്ട് വന്നു കഴിയുമ്പോഴും അവർ പിള്ളേർ വേണ്ട, അത് തലവേദനയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേരെ നമ്മൾക്ക് കാണാം. കുറേ സെലിബ്രിറ്റികളെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം നമ്മൾ അവരെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പാറ്റേണിനകത്ത് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. ആ കുടുംബത്തിൽ ദൈവം കുഞ്ഞുങ്ങളെ ദാനമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നതും അതിനെ ദൈവം നമ്മൾക്ക് തരുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതറിയാൻ മേലാത്ത കുറേ ചുമ്മാ ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാനൊരു കുട്ടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ദൈവം തരുന്ന അവകാശങ്ങളെ, അല്ലെങ്കിൽ ദൈവം തരുന്ന നന്മകൾ എവിടെയെങ്കിലും തടയപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് കുട്ടികളുടെ വിഷയം മാത്രമല്ല, ഏത് വിഷയത്തിലും ദൈവം നമ്മൾക്ക് അവകാശമായി വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന നന്മകൾ തടയപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ എന്തുണ്ട്. ഒന്നെങ്കിൽ ഒരു പൈശാചിക ശക്തിയുടെ വ്യാപാരമുണ്ട്. ഈ പൈശാചിക ശക്തിയുടെ വ്യാപാരം വരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളുണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാരിലൂടെ വന്നുപോയ എന്തെങ്കിലും ശാപങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ കഴിഞ്ഞിടക്കല്ല, കുറച്ച് നാളുകൾക്ക് മുൻപേ ഒരു ദേവദാസൻ്റെ ഒരു മെസ്സേജ് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചതാണ്, ഒരു ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചതാണ്, ഒരു ചർച്ചിനകത്ത് വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹം പറഞ്ഞു, ഒരു പാസ്റ്ററും ഭാര്യയും കൂടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അവർക്ക് പിള്ളേരില്ല, വർഷങ്ങളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ പാസ്റ്റർ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു ദർശനം കാണിച്ചു കൊടുത്തു. ആ ദർശനം ഇങ്ങനെയായിരുന്നു: ഈ പാസ്റ്റർ ചെറുതായിരുന്ന സമയത്ത് ഒരു പശുവിനെ, അതായത് ഒരു പശു അറിയാലോ, പശു പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു പശുവിനെ ഇത് എന്ത് ചെയ്തു? ഈ
ഈ പാസ്റ്റർ ചെറുപ്പത്തിൽ അതിനെ വടി കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അതിനെ ഓടിച്ചിട്ട് മാത്രമല്ല ആ കുട്ടി മരിച്ചു പോയി, അതായത് ആ പശുവിൻ്റെ കുട്ടി മരിച്ചു പോകുവാനായിട്ടും ഇടയായി എന്നുള്ള ഒരു സംഭവം ഒരു ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ പാസ്റ്ററിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ദർശനം ദൈവം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഓർക്കണം, ആൾ ചെറുതാണ്, എന്നാൽ ഓർമ്മയുള്ള പ്രായവുമാണ്, ഓർക്കുക. അപ്പോൾ ഇദ്ദേഹം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളത് ഏറ്റുപറയാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അവിടെ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് കരഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. അതിനുശേഷം ആ ദൈവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഇയർ അദ്ദേഹം ആ ചർച്ചിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു കൃപയും കൂടെ ഈ ദൈവദാസന് ദൈവം ഒരുക്കി കൊടുത്തു എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുവാനായിട്ടിടയായി. അപ്പോൾ ഓർക്കുക, ഈ പാസ്റ്ററൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നതാണ്. അവർ രക്ഷിക്കപ്പെട്ട് ആദ്യം വേറെ ഇതിനകത്ത് ജനിച്ചു വളർന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് വന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ പഴയതൊക്കെ പോയി. സത്യമാണ്, നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പഴയതൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം 2 കൊറിന്ത്യൻസിനകത്ത് ദൈവം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവനവൻ ശരീരത്തിലിരിക്കുന്നതിൽ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെനിക്ക് തോന്നുന്ന നിർഭാഗ്യവശാൽ നമ്മുടെ പെന്തക്കോസ്ത് ഗോളങ്ങളിൽ അടക്കം പഠിപ്പിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ പാപങ്ങളൊന്നും ദൈവം ഓർക്കത്തില്ല. സത്യമാണ്, ഓർക്കത്തില്ല. അത് നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് എന്താണ്, അതൊന്നും തടസ്സമാകത്തില്ല. എന്നാൽ ഓർക്കുക, നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ തരാതെ ദൈവം ഇരിക്കത്തുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എടുക്കുമ്പോൾ ഇദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന്, ആ പാസ്റ്റർ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ചെറുതായിരുന്നപ്പോൾ നടന്ന സംഭവമാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഓർക്കുക, അവിടെ അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ്, അദ്ദേഹത്തിന് അറിവ് വന്നപ്പോൾ അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ചപ്പോൾ ക്ഷമിച്ച ഒരു ദൈവത്തെ ഉണ്ട് അല്ലേ? അതാ പറയുന്നത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രയും നാൾ ആ മനുഷ്യനത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എത്രയോ വർഷങ്ങളും. ഇത് നേരത്തെ വെളിപ്പെട്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹത്തിന് ഇതിനു മുൻപേ കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് അത്രയും ഒരു ഗ്യാപ്പ് വന്നത്? ഞാൻ പറയുകയാണെങ്കിൽ അത്രയും ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു ശിക്ഷയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ പറയും കുട്ടികളില്ലാതിരിക്കുമ്പോൾ ചിലരോടൊക്കെ ഉള്ള വാക്തത്വങ്ങളുണ്ട് ദൈവം അതിലും നല്ലത് അല്ലേ? ഒരുപാട് പേർക്ക് അങ്ങനെ. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് പിന്നെ ഉണ്ടാകുന്നത് നല്ല മിടുക്കരായ കുട്ടികളാണ്. ബാക്കി ഉള്ളവരെ കഴിഞ്ഞൊക്കെ മിടുക്കരായ കുട്ടികൾ ജനിച്ച് അവർ നല്ല നിലയിലെത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം അങ്ങനെയാണ്. ദൈവം ഒരു നന്മ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, അതല്ലേ പറഞ്ഞത്, തുള്ളനും വെട്ടുകളെയും തിന്നു കളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ദൈവം മടക്കിത്തരും, സത്യമാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ ഇതുപോലത്തെ ചെറിയ അല്ലെങ്കിൽ ചില പാപങ്ങളൊക്കെ മറഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഈ നന്മകൾ തടയപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് അവിടെ ഒരു മിണ്ടാപ്രാണിയാണ് അല്ലേ, ഒരു മൃഗമാണ്. ആ മൃഗത്തിനോട് ചെയ്ത ക്രൂരതയ്ക്ക് പോലും ദൈവം അതെന്താണ്, ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ അതൊരു കണക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, ആ ദൈവദാസന് എന്തറിയാനാ? അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം അത് ചിന്തിച്ചിട്ടേ പോലും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇത് വെളിപ്പെട്ട് കിട്ടിയ ദൈവദാസന് പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം അത് കണക്കായിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഇത് ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത്, ഇതുപോലെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടല്ലേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. പോലും ചിലതൊക്കെ മറഞ്ഞു കിടക്കുന്നതും കുറേ കഴിയുമ്പോഴായിരിക്കും ദൈവം വെളിപ്പെടുത്തി തന്ന് നമ്മൾക്ക് അതിന്മേൽ ജയം തന്ന് എത്രയോ അനുഭവങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്കിലോട്ട് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് എവിടെയാണ്? തലമുറകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നതല്ലേ. എല്ലാ നന്മകളും പെടും, അതിൻ്റെ കൂട്ടത്തിൽ മെയിനാണ് ഈ തലമുറകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നും ഈ തലമുറകളില്ലാതെ നമ്മളുടെ കാലശേഷം നമ്മൾ അനുഭവിക്കേണ്ട അല്ലേ, നമ്മളുണ്ടാക്കിയതൊക്കെ അനുഭവിക്കുവാൻ ഒരു തലമുറയെ ദൈവം തരും. അബ്രാഹാമിന് അതാ കൊടുത്തത്. അബ്രാഹാമിൻ്റെ ദാസനല്ല, ദാസന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും, അത് വേറെ വിഷയം. പക്ഷേ നിന്നെ വിളിച്ചിറക്കിയ നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ആരാണ് വരേണ്ടത്? അത് നിൻ്റെ ഉദരബലത്തിൽ നിന്ന് വരുന്ന തലമുറ തന്നെ വരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്ത സന്തതിയെ കൊടുത്തു അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവർ ഇതുപോലെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകരുത്. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്ന മോട്ടിവേഷൻ കേട്ടിട്ട്, ഇന്ന് പലപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മുടെ പെന്തക്കോസ്ത് ഗോളങ്ങളിലോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലകളിലോട്ട് വന്നു കഴിയുമ്പോൾ മോട്ടിവേഷൻ ഒരുപാടുണ്ട്. പക്ഷേ ഈ മോട്ടിവേഷനുമൊക്കെ അപ്പുറം എന്താണ്, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങുക തന്നെ വേണം.
പലതും ചിലപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, നമ്മളുടെ ചെറുപ്പത്തിലോ ഒക്കെ സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാരിലൂടെ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ നന്മ തടയപ്പെട്ട് കിടക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് തലമുറ ഇല്ലാതിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു ജോലിയിലോട്ട് എനിക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ അത് തടസ്സപ്പെട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ അടഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ തലമുറയുടെ വിവാഹം നടക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ തലമുറ നേരായ പാതയിലോട്ട് വരാത്തത്? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുടെ മുഖത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മോട്ടിവേഷൻ അല്ല പറയുവാനുള്ളത്, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം അനാവശ്യമായി നമ്മളുടെ നന്മകളെ തടയപ്പെടുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഈ തടയുന്നത് ആരാണ്? പിശാച തടയുന്നത്. പിശാച് തടയണമെങ്കിൽ എന്ത് വേണം? അവൻ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അവൻ തടയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ എന്തുകൊണ്ട് എനിക്കൊരു തലമുറ ലഭിക്കാത്തതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ദൈവമേ അതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം കർത്താവേ എന്ന് നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചെവി അടച്ചിരിക്കുന്ന ദൈവമല്ല, ദൈവം അതിന് ഉത്തരം തരും. നമ്മൾ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ ആ മേഖലകളെ ദൈവം തിരുത്തും. ഇനി അതല്ല, വേറെ എന്തെങ്കിലും നമ്മളെ ഇനി ചിലത് പഠിപ്പിക്കാനായിരിക്കും, ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ടൈമും ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ചിലത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തെന്നാ? നമ്മൾക്ക് അറിയാൻ മേലാത്തതുള്ളത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ ചില മേഖലകളിൽ പരാജയപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ചിലത് പഠിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ തലമുറകൾ അങ്ങ് പറഞ്ഞല്ലോ ഈ വചനം, അല്ലേ? 127:3 കർത്താവെ മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. കർത്താവ് ഇത് അവിടുത്തെ വചനമാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ കിടക്കുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കർത്താവെ അവിടെ നിന്നോട് ക്ഷമിക്കണമേ, അതെനിക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് ഏത് വിധത്തിലുള്ള നന്മകളാണെങ്കിലും തടയപ്പെട്ട് കിടക്കുന്നത് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. എല്ലാത്തിനകത്തും വചനമുണ്ട് കേട്ടോ. ഞാനിപ്പം തലമുറയുടെ വിഷയം എടുത്തത് കൊണ്ടാണ് ഈ ഒരു വചനം പറഞ്ഞു തന്നത്. എല്ലാത്തിനും വചനമുണ്ട്. ആ വചനം വെച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. അപ്പോൾ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. അല്ലാതെ നമ്മൾ തലമുറകളൊന്നും ഇല്ലാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതല്ലോ. ഓർക്കുക, നമ്മുടെ അബ്രാഹാമിന് വാർദ്ധക്യത്തിലാണ് സന്തതി ഉണ്ടായത്. അപ്പോൾ എന്താണ് അവിടെ ദൈവം? ഇപ്പോൾ ചിലർ വിചാരിക്കും, ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി എന്തിനാണ് ഒരു തലമുറയെ ഒക്കെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും. ഞാൻ ഒരു കുടുംബത്തിൻ്റെ വിഷയം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങൾ പോകുന്ന സഭയിൽ തന്നെയാണ് ഒരു സഹോദരനാണ്. അപ്പം ആ ഒരു കുടുംബം, അവർക്ക് പിള്ളേരില്ല. അപ്പോൾ അപ്പോൾ ഞാൻ അവർക്ക് ഒത്തിരി സ്വത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ദൈവമേ ഞാൻ ഇടയ്ക്കൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ഇനി ഞാൻ മറന്നു പോയതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ദൈവം അതെന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ ഉൾപ്പെടുത്തുമെന്ന് ഞാനൊരു തീരുമാനം അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിനെ അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്, പക്ഷെ അവർക്കൊരു തലമുറയില്ല. നമ്മുടെ മനുഷ്യൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ അവർക്ക് തലമുറ ജനിക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. കാരണം ആ ഒരു സഹോദരി എന്ന് പറയുന്നത് അവർക്ക് ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവരെ എപ്പോഴും ഞാനിങ്ങനെ ഓർക്കും, അവർക്കൊരു തലമുറ കൊടുക്കണം എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കും. അപ്പം ഞാൻ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു തീരുമാനം ഇന്നിപ്പം ഞാനങ്ങ് ദൈവസന്നിധിയിൽ അങ്ങ് എടുക്കുകയാണ്. കാരണം ഞാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും 12 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കാറുണ്ട്. ലോകം മുഴുവനുള്ള ജാതിയും മതവും ഒന്നും നോക്കാതെ ഞാൻ വലിയ ആളാണെന്ന് നിങ്ങളുടെ മുൻപിൽ ബോധിപ്പിക്കാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? എനിക്കറിയാം ഒരുപാട് ഒത്തിരി ചെറുപ്പക്കാർ എന്നെ കേൾക്കുന്നുണ്ട്, എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ വലിയ വചനപണ്ഡിതയായിട്ടൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എന്നെ ദൈവം പഠിപ്പിച്ച അനുഭവങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ സാക്ഷ്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ പണ്ട് തൊട്ടേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സ് പെട്ടെന്ന് അങ്ങ് ആർദ്രമാകും. അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, അപ്പോൾ വലിയവരുടെ വിഷയത്തിൽ അത്ര എനിക്ക് വരാറില്ല. കാരണം എന്നുവെച്ചാൽ അവർ കുറച്ചും കൂടെ അറിവും ഒക്കെ ഉള്ളവരാണ്, അല്ലേ? അപ്പോൾ ഞാൻ ചെറിയ പിള്ളേർ 12 വയസ്സ് മുതൽ താഴെയുള്ളതെന്ന് വെച്ചാൽ അതുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് ഈ ലോകത്തിൻ്റെ ഒരു കപടതകളും ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മേഖലകൾ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോൾ എന്നെ ദൈവം എനിക്കൊരു ഗൈഡൻസ് തന്നതുമാണ്. ഈ പിള്ളേരുടെ വിഷയങ്ങളൊക്കെ ദൈവം എന്നെ കാണിച്ചു തരാറുമുണ്ട്. അപ്പം
ഞാൻ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവം ഒരു പ്രചോദനം തന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളെ നോക്കരുത് കേട്ടോ. കാരണം നമ്മളെ നോക്കരുത്. ലോകം പലതും പറയും അല്ലേ. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? കന്യകയിലൂടെ ജനനം. അത് ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് ചിലരുണ്ടാകും ശരീരത്തിൻ്റെ ബലഹീനത ഓർത്തിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. ഈ ഒരു ശരീര ബലഹീനത വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. അതും ഒരു പ്രോബ്ലമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാരിലൂടെ വന്ന കുറവുകളായിരിക്കാം നമ്മൾക്ക് നന്മകളെ തടയപ്പെടുന്നതെന്ന്. ഇനി രണ്ടാമതൊരു വിഷയവും കൂടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചിലരുണ്ട്, എനിക്കിനി ഒരു കുഞ്ഞുങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക ശരീരത്തിൽ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ല എന്നൊക്കെ ഓർത്ത് സ്വന്തം അവനവനിലേക്ക് തന്നെ ഒതുങ്ങി ആ ഒരു വിഷയം ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ടീമുകളും ഉണ്ട് കേട്ടോ. എനിക്കറിയാം ഒരു പാസ്റ്ററുണ്ട്, നമ്മുടെ ബാംഗ്ലൂരിലുള്ളൊരു പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഒരു IPC കാരൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്. അവർ ഒത്തിരി സ്വത്തൊക്കെ ഉള്ളവരാണ്, പ്രായമായി, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി നിങ്ങൾ ഈ വിഷയം പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ആദ്യ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പം പ്രാർത്ഥന ഇല്ല എന്നുള്ള അർത്ഥത്തിൽ, എന്ന് വെച്ചാൽ ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല, കാരണം അവർ ഹയർ ലെവലിൽ നിൽക്കുന്നവരാണ്. അവരെയൊക്കെ നമ്മൾ എന്ത് പറയാൻ പോകാനാണ്, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു സാരാംശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ. നമ്മൾ തന്നെ നമ്മളുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യും. ഞാൻ വാക്കുകളെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ തന്നെ നമ്മളുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് മതി നമ്മൾ തന്നെ നമ്മൾക്ക് എന്തിടും? അതിരിടും. ആ അതിരുകളെ നമ്മൾ പൊളിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അവകാശമാണ് തലമുറ ഉണ്ടാകും. ഇനി എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നോക്കുന്നില്ല, എൻ്റെ ശരീരത്തിൻ്റെ വിഷയങ്ങൾ ഞാൻ നോക്കുന്നില്ല. കാരണം എന്താണ്? അതിലും അപ്പുറം ആ ശരീരത്തെ എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിൻ്റെ തൃപ്പാദത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ ശരീരത്തിൽ കുറവായതൊക്കെ സൃഷ്ടിക്കുവാൻ എന്ത് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി അല്ലെങ്കിൽ നമ്മളുടെ ബലഹീനതകളെ നോക്കി നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളൊരു അതിർവരം വിടരുത്. അങ്ങനെ അതിർവരമ്പുകൾ ഇട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അതിർവരമ്പുകളെ പൊട്ടിക്കണം. എന്നിട്ട് നിങ്ങൾ ഇരിക്കുക, ദൈവസ്ഥാനത്തിൽ ഇരിക്കുക. കാരണം നമ്മൾ വലിയ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി വലിയ വില കൊടുക്കണം കേട്ടോ. നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു വിഷയം നോക്കി ഇരിക്കണം. എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസമൊന്നുമല്ല, കുറച്ച് കൂടുതൽ ഇരുന്നോണം. എന്നാലും നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഈ ദമ്പതിമാർ നിങ്ങൾ കരം കോർത്ത് പിടിച്ച് നിങ്ങളൊന്നിരുന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ ഓഫീസുകളിൽ പോകുന്നവരാണെങ്കിലും ഒരു ദിവസമൊക്കെ ലീവ് കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ. ഇനി ലീവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതിനൊക്കെയുള്ള സമയങ്ങളുണ്ടല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കും. തലമുറകളുണ്ടാകും. അതെന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം നന്മകളെ തടയത്തില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ടും 2 വിഷയം പറഞ്ഞു. ഒന്ന്, നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളാകാം, അല്ലെങ്കിൽ പൂർവികന്മാരിലൂടെ വന്നു പോയ കുറവുകളാകാം ഒന്നും. ഇനി രണ്ടാമത്തത്, നമ്മൾ തന്നെ നമ്മൾക്കിട്ട അതിരുകളാകും. അതിനെ നമ്മൾ പൊളിക്കണം കേട്ടോ. ആ അതിരുകളെ നമ്മൾ പൊളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ചില അത്ഭുതങ്ങളെ ദൈവം ചിലരുടെയൊക്കെ ജീവിതത്തിൽ നടത്തും. ചിലരുടെ ജീവിതത്തിൽ നിന്നല്ല, ഇത് കേൾക്കുന്ന ഇതുപോലെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്നെ ഒന്നും നോക്കണ്ട, ഞാനൊരു സാധാരണക്കാരത്തിയാണ്, എന്നെ ഒന്നും നോക്കണ്ട. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകളൊന്ന് നിങ്ങൾ ഒന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അത് പ്രായമുള്ളവരാണെങ്കിലും പ്രായമിൽ കുറഞ്ഞവരാണെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വിജയം ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കും. കാരണം നമ്മുടെ ദൈവം നമ്മുടെ നന്മകളെ തടയുന്ന ദൈവമല്ല. ദൈവം നന്മകളെ നമ്മൾക്ക് വേണ്ടി തരുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് തലമുറകളെ ഒരിക്കലും ദൈവം നമ്മൾക്ക് തരാതെ ഇരിക്കുന്ന ദൈവമല്ല. അതിന് നമ്മൾ ചോദിക്കണം. ഒന്നാമത്, നമ്മൾ തിരുത്തപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ തിരുത്തണം. രണ്ടാമത്, നമ്മൾ ഇട്ട അതിരുകളെ പൊട്ടിക്കണം. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് 3 നമ്മളുടെ ജീവിതത്തിൽ റെഗുലറായിട്ട് നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരങ്ങളിലേക്ക് തലമുറകളെ തന്ന് ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.